എൻഡോസൾഫാന്റെ വിഷമഴ പെയ്ത എൻമകജെ പഞ്ചായത്തിലെ പദ്രെ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് നിറയെ കൃഷിയാണ്. ഏറെ നാശം അതെല്ലാം തിരിച്ചുമെന്ന് തെളിയിക്കും. അബൂബക്കർ ഈ കാർഷിക പാരമ്പര്യമായതിനാൽ ശേഷം കൃഷിയായിരുന്നു ഇദ്ദേഹം. ഉപേക്ഷിച്ച് ജോലികൾ തേടി ഉള്ളിൽ അറിയാവുന്ന ബന്ധുക്കളും ഞാൻ SS കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഹോസ്റ്റലിൽ താമസിച്ചു. കർണാടക സെയിൻറ്റ് ഫിലോമിനസ് കോളേജ് PUC സയൻസിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കൃഷിപ്പാഠം എന്ന് പറയുന്ന R. ഹേലി സാർ എഴുതിയ ഒരു പുസ്തകം, അങ്ങനെ ഒത്തൻറ്റിക്സ് ബുക്സ് എറണാകുളമാണ് അത് പബ്ലിക്കേഷൻ ചെയ്തിരുന്നത്. അവരോട് VPP ആയിട്ട് ആ പുസ്തകം വിളിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുസ്തകത്തിൻ്റെ ഒരു വാചകം എന്ന് പറയുന്നത് ഇതിൻ്റെ മേലിൽ ഈ കൃഷീൻ്റെ ഒരു ഭക്തി കൂട്ടിയിട്ടു. കാരണം എന്താ വെച്ചാൽ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ കൃഷിയിലാണ്. അപ്പോൾ നമ്മൾ ആരായാലും എവിടെ ആയാലും ജീവിക്കണമെങ്കിൽ കൃഷി ചെയ്തേ പറ്റൂ. അത് ഞാനല്ലെങ്കിൽ പിന്നെ ഒരാൾ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി ഉണ്ടായേ മതിയാവും. ആ നിലവാരത്തിൽ ഞാനതിനെ കുറച്ചും താല്പര്യം കൊടുത്തു കൃഷിയിലേക്ക് നന്നായി ഇറങ്ങി. ബാപ്പ ഹസൈനർ ഹാജിയിൽ നിന്ന് കിട്ടിയ അറിവും സ്വന്തം അനുഭവ പാഠങ്ങളും കൂട്ടിയോജിപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് തന്റെ തോട്ടത്തെ ബഹുവിള കൃഷിയുടെയും സംയോജിത കൃഷിയുടെയും ഉത്തമ മാതൃകയാക്കി. ബഹുവിള കൃഷി രീതികൾ അവലംബിക്കുന്ന ഇദ്ദേഹം കുരുമുളക് കൃഷി അതുപോലെ തന്നെ കൊക്കോ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചെടികളിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള വർധനയോടുകൂടിയുള്ള ഒരു സമീപനമാണ് ഇദ്ദേഹം കൈവരിച്ചിരിക്കുന്നത്. കൃത്യമായ അതിനുവേണ്ടിയുള്ള ജൈവ കീടനാശിനികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പരിപാലന മുറകൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുകയും നല്ല രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതികൾ അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വരുന്ന നൂതനമായ കാർഷിക രീതികൾ അത് വിദഗ്ധ അഭിപ്രായത്തോടുള്ള കാർഷിക രീതികൾ അവലംബിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട വിളവ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പച്ചില വളവും ചാണകവും യഥേഷ്ടം കിട്ടുമെന്നതിനാൽ ജൈവിക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. കൂലി കൊടുത്ത് തമിഴനെ കൊണ്ടും ബംഗാളികളെ കൊണ്ടും തന്റെ സ്വന്തം മണ്ണിൽ വേലയെടുപ്പിക്കാതെ നാട്ടുകാരായ 3 പേരാണ് സിദ്ദീഖിന്റെ സഹായികൾ. വളരെ തിരക്കിട്ട ഒരു യുവകർഷകനായ ശ്രീ സിദ്ദീഖ് കൃത്യമായി കൃഷിഭവനുകൾ സന്ദർശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളായ കൊക്കോ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴകളൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടി നമ്മുടെ ഈ പഞ്ചായത്തിലെ നല്ല മറ്റു പഞ്ചായത്തുകളിൽ തന്നെ കർഷകർ അദ്ദേഹത്തിൻ്റെ ഫാമുകൾ സന്ദർശിക്കാറുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിലെ കൃഷിഭവൻ മുഖേന നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ, അതായത് കുരുമുളക് കൃഷി വികസന പദ്ധതി പ്രകാരവും വാഴക്കൃഷി വികസന പദ്ധതി പ്രകാരവും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഉള്ള വിവിധ ആനുകൂല്യങ്ങൾ നമ്മൾ കൃഷി ഭവനുകളിൽ നിന്നും ഒരു പ്രോത്സാഹനമായി അബൂബക്കർ സിദ്ദീഖിന് നൽകി വരാറുണ്ട്. ഏതു കാലാവസ്ഥയിലും കുന്നിൻ മുകളിൽ നിന്നും ഊറിവരുന്ന വെള്ളം പൈപ്പ് വഴി 2 കുളങ്ങളിലായി ശേഖരിച്ചാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കട്ല, രോഹു എന്നീ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളും ഈ കുളങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുള്ള ജലസേചനത്തിനാവശ്യമായ മുഴുവൻ വെള്ളവും ഈ 2 കുളങ്ങളിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയെ ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി എൻമകജെ പഞ്ചായത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ കർഷകർക്കും അദ്ദേഹത്തിൻ്റെ കൃഷിരീതികൾ വളരെയധികം പ്രയോജനം നൽകിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിൽ നിന്നും യുവജനങ്ങൾ വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ശ്രീ അബൂബക്കർ സിദ്ദീഖിൻ്റെ കൃഷിരീതികൾ ഒരു മികച്ച യുവ കർഷകൻ എന്ന നിലയിൽ വളരെയധികം ശ്ലാഘനീയമാണ്.
വീടിനോട് ചേർന്നുള്ള ഈ പുരയിടത്തിൽ ഇല്ലാത്ത കൃഷികളും അപൂർവം. റബ്ബറിന് ഇടവിളയായി ഞാലിപ്പൂവൻ, റോബസ്റ്റ, നേന്ത്രൻ തുടങ്ങി വിവിധ തരത്തിലുള്ള വാഴകൃഷിയും മറ്റൊരു വരുമാന മാർഗമാണ്. ഇവയെല്ലാം ചേർന്ന് തോട്ടത്തിന് ഒരു വനത്തിന്റെ പ്രതീതി നൽകുന്നു. കുഞ്ഞുനാൾ മുതലേ പശുക്കളെ പരിപാലിച്ചു പോന്ന അബൂബക്കർ സിദ്ദീഖ് 3 വർഷം മുൻപാണ് സ്വന്തമായി പശു വളർത്തൽ തുടങ്ങുന്നത്. കൃഷി ആവശ്യങ്ങൾക്കു വേണ്ടി 5 പശുക്കളുമായി തുടങ്ങിയ കണ്ടിഗെ ഫാമിൽ ഇപ്പോൾ 35 പശുക്കളും 7 കിടാവുകളുമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലെ നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച ശേഷമാണ് അത്യാധുനിക രീതിയിലുള്ള തൊഴുത്ത് വികസിപ്പിച്ചെടുത്തത്. എല്ലാ പശുക്കൾക്കും യഥേഷ്ടം കാറ്റ് ലഭിക്കുന്നതിനായി ഫാൻ, മാറ്റ് എന്നിവയും ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫാം തുടങ്ങാൻ ഉദ്ദേശിച്ചത് എൻ്റെ 15 ഏക്കർ കൃഷിസ്ഥലം ജൈവവളം ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഒരു 5 പശു ഇട്ട് തുടങ്ങി. 3 വർഷം മുമ്പ് 5 പശു കൊണ്ട് തുടങ്ങിയ ഫാം ഇന്ന് വിപുലീകരിച്ച് 50ഓളം അനിമൽസ് ഇവിടെ നിരന്ന് കാണുന്നുണ്ട്. അതിൽ ഇപ്പോൾ 350 ലിറ്റർ പാല് ഞാൻ സൊസൈറ്റിക്ക് അളക്കുന്നുണ്ട്. 50ഓളം ലിറ്റർ പാല് വീട്ടാവശ്യത്തിനും ബാക്കി നമ്മുടെ ലോക്കൽ സെയിലുമായിട്ട് പോകുന്നുണ്ട്. അതിൽ സൊസൈറ്റീൻ്റെ ഒരു വികസനം ഇതായി അതുകൊണ്ട് ഉൾക്കൊണ്ട് എന്നെ മാതൃകയായി ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരികയും ഞങ്ങളുടെ സൊസൈറ്റി ഞാൻ തുടങ്ങുന്ന സമയത്ത് 200 ലിറ്റർ പാൽ സംഭരിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് 1200 ലിറ്റർ സംഭരിച്ച് നമ്മുടെ മഞ്ചേശ്വരം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാലർക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു. കറവമാട് വളർത്തലിലെ ചെലവിൻ്റെ പ്രധാന ഭാഗം കാലിത്തീറ്റയാണ്. അതുകൊണ്ട് തന്നെ തീറ്റയുടെ ശാസ്ത്രീയമായ ഉപയോഗത്തിലാണ് കറവമാട് വളർത്തലിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ തീറ്റ മുമ്പൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന എള്ളൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അത് വലിയ വിലക്കയറ്റായതിന് ശേഷം ഞങ്ങൾ നേരിട്ട് കർണാടകയിൽ നിന്ന് ചോളം കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ തന്നെ പൊടിച്ച് കൊടുക്കലും അതിൻ്റെ കൂടെ അരിത്തവിട് പിന്നെ നല്ല നിലവാരമുള്ള ഒരു കമ്പനിയുടെ കാലിത്തീറ്റയും മംഗലാപുരത്തു നിന്ന് യഥേഷ്ടം ബിയർ വേസ്റ്റ് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് അതും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കൽ. അതിൻ്റെ ശേഷം ഏകദേശം ഒരു പശുവിന് 25-30 കിലോ വരെ പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്. ഉണക്കപ്പുല്ല് ഞങ്ങൾ എടുക്കലില്ല. അതിൻ്റെ കൂടെ കവിങ്ങിൻ പാളയും ഞങ്ങൾ ചാഫ് കട്ടറിൽ കട്ട് ചെയ്ത് ഈ പുല്ലിൻ്റെ കൂടെയാണ് കൊടുക്കൽ. ആ പാള കൊടുക്കുന്നത് കൊണ്ട് ഫൈബർ കണ്ടൻറ്റ് കൂടുന്നു. അപ്പോൾ ഉണക്കപ്പുല്ലിൻ്റെ ആവശ്യകതയില്ല. അത് ഞങ്ങളെ ഏരിയയിൽ യഥേഷ്ടം കിട്ടുന്നതുകൊണ്ട് നമുക്കത് വളരെ ഒരു പ്രാധാന്യമുള്ള തീറ്റയായി മാറ്റാൻ പറ്റിയെന്ന് പറയുന്ന ഒരു സന്തോഷം എനിക്കുണ്ട് ഇതിൽ. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ജേഴ്സി, ഗിർ എന്നീ ഇനങ്ങളാണ് ഫാമിലെ പ്രധാന താരങ്ങൾ. കറവ പശുക്കളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന മാനദണ്ഡം പാൽ ഉൽപാദന ശേഷിയാണ്. ഒരു ദിവസം 32 ലിറ്റർ പാൽ ചുരത്തുന്ന HF-മുണ്ട് ഇക്കൂട്ടത്തിൽ. എൻമകജെ ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടർ ചന്ദ്രബാബുവിൻ്റെ പ്രോത്സാഹനവും സഹായങ്ങളും അബൂബക്കർ സിദ്ദീഖിന് ഈ രംഗത്ത് മുതൽക്കൂട്ടായി മാറി. മറ്റു പല കർഷകരുടെയിൽ നിന്നും വ്യത്യസ്തമായി സിദ്ദീഖ് സാധാരണഗതിയിൽ കർഷകർ ആദ്യം ഒരു ഷെഡ് ഉണ്ടാക്കും, കുറച്ച് പശുക്കളെ വാങ്ങും, പിന്നീട് അതിൽ നിന്ന് ലാഭം കൊണ്ട് പടിപടിയായാണ് ഫാം വികസിപ്പിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സിദ്ദീഖ് തൻ്റെ പഠനങ്ങളുടെയും വിവിധ ഫാം കണ്ടതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷെഡ് ചെയ്തപ്പോൾ തന്നെ പൂർണ്ണമായും മെക്കനൈസേഷനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഷെഡ് തന്നെ നിർമ്മിക്കുകയും അതോടൊപ്പം പശുക്കൾ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അനുബന്ധ സൗകര്യങ്ങളായ ചാഫ് കട്ടർ, തീറ്റപ്പുൽ കൃഷി, റബ്ബർ മാറ്റ്, സീലിംഗ് ഫാൻ, അതുപോലെ തന്നെ പശുക്കൾ കുളമ്പ് രോഗമോ അല്ലെങ്കിൽ കുളമ്പ് ക്ലീനിങ്ങിനോ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ല കൺട്രോൾ ചെയ്യാനുള്ള ട്രെവിസ് അടക്കം ഈ ഷെഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റവും ഫാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഫാമിൽ സജ്ജമാക്കിയിരിക്കുന്നതാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ആരംഭത്തിൽ തന്നെ ചെയ്തു കൊടുത്തതുകൊണ്ട് സിദ്ദീഖ് അതിൽ നിന്നുള്ള റിട്ടേൺസും അതുപോലെ തന്നെ പശുക്കൾക്കുള്ള ആരോഗ്യവും അതുപോലെ പശുക്കളുടെ ഉൽപ്പാദനവും കൂടുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്നു സിദ്ദീഖിൻ്റെയും സഹായികളായ ഫാമിലെ മറ്റ് 3 പേരുടെയും ജോലികൾ. എല്ലാവരും ചേർന്ന് തൊഴുത്ത് കഴുകി വൃത്തിയാക്കി പശുക്കളെയെല്ലാം കുളിപ്പിച്ചതിന് ശേഷം കറവയന്ത്രം ഉപയോഗിച്ച് പാൽ കറക്കുന്നു.
ദിവസവും 300 മുതൽ 350 ലിറ്റർ പാൽ ലഭിക്കുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ 6 വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഹസൻ സീനു എല്ലാറ്റിനും സഹായിയായി കൂടെയുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പെർള ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ എത്തിച്ച് വിപണനം നടത്തുന്നു. ഒരു കാലത്ത് പാലുൽപാദനം തീരെ കുറവായിരുന്ന പെർള ക്ഷീരോത്പാദന സംഘത്തിൻ്റെ പാലുൽപാദനം 1200 ലിറ്ററിന് മുകളിലെത്തിക്കാൻ സാധിച്ചത് സിദ്ദിഖിൻ്റെ ഡയറി ഫാം വഴിയാണ്. ഗ്രാമത്തിലെ മിക്കവാറും ജനങ്ങൾ പാലിനായി ആശ്രയിക്കുന്നതും സിദ്ദിഖിൻ്റെ ഫാമിനെയാണ്. സാധാരണഗതിയിൽ ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന ട്രെവി സിസ്റ്റമാണിത്. പശുക്കളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മരുന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനും കൃത്രിമ ബീജദാനത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും എല്ലാറ്റിനും ഉപകരിക്കുന്ന പശുക്കളെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ട്രെവി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം കൂടി ഷെഡിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ ഈ ഫാമിൽ ഞങ്ങളിത് വിഭാവനം ചെയ്തിരുന്നു, നിർമ്മിച്ചിരുന്നു. കാരണം വലിയ ഫാമൊക്കെ ആകുമ്പോൾ പശുക്കളെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഇൻസെമിനേഷൻ ചെയ്യാനും ഗ്ലൂക്കോസോ മറ്റു മരുന്നുകൾ കൊടുക്കാനും കുളമ്പ് രോഗം പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുഡ് ബാത്തിനും വേണ്ടിയിട്ട് ആണ് ഈ ഫാം ആദ്യം തന്നെ ഇത് ഷെഡ് ഞങ്ങൾ ഈ ട്രെവി സിസ്റ്റം വിഭാവനം ചെയ്തത്. ഇതിനകത്ത് പശുക്കളെ കൊണ്ടുവന്ന് 2 സൈഡിലും കമ്പിയിട്ട് കഴിഞ്ഞാൽ പശുക്കൾക്ക് ഇത് അനങ്ങാൻ പറ്റില്ല. നമുക്ക് കൃത്രിമ ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ സുഖമായിട്ട് ഇവിടുന്ന് ഒരാളുമില്ലാതെ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. കുളമ്പിന് പുഴുക്കളോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലായനി ഒഴിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനികൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് ബാത്തായിട്ട് കാല് മുഴുവൻ ക്ലീൻ ആവാൻ ഉപകരിക്കും. അതുപോലെ കൃത്രിമ ബീജദാനം നടത്തുന്നതിനായി മിക്കവാറും പശുക്കൾ ഇങ്ങനെ സ്ട്രഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്രിമ ബീജദാനത്തെ ബാധിക്കും. അപ്പോൾ ഈ ട്രെവിസിനകത്ത് നിർത്തിക്കഴിഞ്ഞാൽ പശുക്കൾ അനങ്ങാതെ നിൽക്കുകയും അത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനും മറ്റും വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ ഫുഡ് ബാത്തിലായിട്ട് ഇവിടെ നിറച്ചിരിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണ് ഇത് നിറച്ചിരിക്കുന്നത്. ഇത് കുളമ്പിനകത്ത് അടിയിലും മറ്റും കാണുന്ന വ്രണങ്ങളും ബാക്കി ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫുഡ് ബാത്ത്. ദിവസവും ഒരു പശുവിനെ ഒരു 10 മിനിറ്റ് നേരം ഈ ലായനിയിൽ നിർത്തിയാൽ തന്നെ കുളമ്പിലുണ്ടാകുന്ന പുഴുക്കൾ അല്ലെങ്കിൽ മാഗറ്റുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. തീറ്റ ചെലവ് കുറയ്ക്കാനായി വീടിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്തും ഇടിയടുക്കയിലെ 2 ഏക്കർ സ്ഥലത്തും CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നു. വരൾച്ചയെ പ്രതിരോധിക്കുന്നതും അത്യുൽപാദന ശേഷിയോടുകൂടി വളരെ ഉയരത്തിൽ വളരുന്നതും കാലികൾക്ക് ഏറെ പ്രിയങ്കരവുമാണ് CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുൽ. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ വർഷം മുഴുവൻ വിള ലഭിക്കും. വെള്ളക്കെട്ടുള്ളതും സൂര്യപ്രകാശം കുറഞ്ഞതുമായ സ്ഥലം ഈ കൃഷിക്ക് അനുയോജ്യമല്ല. ആദ്യ വിളവെടുപ്പ് 9 മുതൽ 10 ആഴ്ചയിലും തുടർന്ന് 6 ആഴ്ച ഇടവേളകളിൽ തറനിരപ്പിൽ നിന്നും 10 മുതൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ അരിഞ്ഞു മാറ്റാവുന്നതുമാണ്. ഓരോ വിളവെടുപ്പിന് ശേഷവും ചാണകം, ഗോമൂത്രം, യൂറിയ എന്നിവയിൽ ഒന്ന് മേൽവളമായി ഉപയോഗിക്കുകയാണ് അബൂബക്കർ ചെയ്യുന്നത്. ശ്രീ അബൂബക്കർ സിദ്ദിഖ് നല്ലൊരു ക്ഷീരകർഷകൻ എന്നതിലുപരി എൻമകജെ പഞ്ചായത്തിലെ ഒരു മികച്ച സമ്മിശ്ര കർഷകൻ കൂടിയാണ്. തൻ്റെ ഡയറി ഫാമിനോടനുബന്ധിച്ച് അദ്ദേഹം വലിയൊരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൈ പ്രോഡക്റ്റായ ബയോഗ്യാസ് സ്ലറി ജൈവവളമായി ഉപയോഗിച്ച് മികച്ച രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ജൈവ കർഷകൻ കൂടിയാണ് അദ്ദേഹം. പ്രധാന വിള അദ്ദേഹം കൃഷി ചെയ്തു വരുന്നത് തെങ്ങ്, കമുക്, വാഴ, കുരുമുളക്, കൊക്കോ, റബ്ബർ, പച്ചക്കറി എന്നിവയാണ്. കൂടാതെ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന ഒരു പുൽകൃഷിത്തോട്ടവും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദിഖ് എന്ന യുവ കർഷകന്റെ കണ്ടിഗെ ഫാമും ഏക്കറുകളോളം പരന്നുകിടക്കുന്ന കൃഷിയിടവും ഒരു ജൈവ വിപ്ലവത്തിന്റെ പാതയിലാണ്. എൻഡോസൾഫാൻ മേഖലയെ ജൈവ കൃഷിയിലൂടെ തിരിച്ചു പിടിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ളവർ കാലങ്ങളായി പറയുന്നത് അബൂബക്കർ പ്രാവർത്തികമാക്കുകയാണ്. ഞാൻ ആദ്യകാലം രാസവളവും ജൈവവളവും ഉപയോഗിച്ചുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ഇവിടുത്തെ ഒരു എൻഡോസൾഫാൻ ബാധിത പ്രദേശം കൂടിയാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ കുന്നുകളും മൊത്തം എൻഡോസൾഫാൻ അടിച്ച് ഞാൻ മുമ്പ് മീനൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്തെല്ലാം ചത്തുപോകുന്ന ഒരു സന്ദർഭം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ വിഷരഹിതമായുള്ള ഒരു കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ അതിൽ അതീവമായി ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം നമ്മുടെ ഈ കുരുമുളകൊക്കെ നന്നായി തഴച്ച് വളരാനും ഇപ്പോൾ ഏകദേശം 2 ടണ്ണിൻ്റെ അടുത്ത് കുരുമുളക് എനിക്ക് പ്രൊഡക്ഷൻ ചെയ്യാനും പറ്റിയത് ഈ ഒരു ജൈവ കൃഷിയിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ വാഴക്കാണെങ്കിൽ ഞങ്ങൾ ജൈവവളം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എൻ്റെ ഈ പറമ്പിൽ എവിടെയും രാസവളം കൊണ്ടുവരാണ്ട് ഏകദേശം 5-8 വർഷമായി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യക്കാർക്ക് ചാണകവും ഫാമിൽ നിന്നും വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു കുട്ടയ്ക്ക് 50 രൂപ നിരക്കിലാണ് വിപണനം നടത്തുന്നത്. പശുക്കളെയും കോഴികളെയും യഥേഷ്ടം മേയാൻ വിടുന്നതുകൊണ്ട് ഇവയുടെ ചാണകവും കാഷ്ടവും സ്വാഭാവികമായി വീണ് മണ്ണിലെ വളക്കൂറ് കൂടുന്നു. ഞാൻ ചെറുപ്പത്തിൽ കാലോളെ പോറ്റുന്ന സംവിധാനമുണ്ട്. എങ്ങനെയെങ്കിൽ എരുമക്കാലോളെ കെട്ടിയിടും, പശുക്കാലോളെ ഞങ്ങൾ കറന്നിട്ട് കുന്നിലേക്ക് വിടും. പിന്നെ രാത്രിയൊക്കെ ചവറെല്ലാം കുറഞ്ഞിട്ട് അതിന് ഇടും, അങ്ങനെ പോറ്റും. പിന്നെ അപ്പം പാല് വലിയ പാലില്ല, 10 കൊണ്ട പാല് 8 കൊണ്ട പാല് കിട്ടും, ലിറ്റർ എന്തില്ല. അപ്പം അതിന് ഞങ്ങൾ ഇവിടുത്തെ കുടിക്കും, ചായ കുടിക്കും, പിന്നെ മോറാക്കും. പിന്നെ ആരെങ്കിലും അടിക്കുള്ള ആൾ 1 കൊണ്ട 2 കൊണ്ട പാൽ കൊണ്ടുപോകും. 2 ആന വരെ ഇപ്പോൾ 1 കൊണ്ട പാൽ. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഇടിയ പാലുണ്ട്. അപ്പോൾ തേങ്ങാവില്ല, പാലുമില്ല, ചോറുമില്ല, എന്തില്ല. ചക്ക ചെന്നിട്ട് ക്ഷയിക്കുന്നു അധികം. ഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊന്നും പാഴാക്കി കളയുന്നില്ല. ഫാമിനോട് ചേർന്ന് തന്നെ ബയോഗ്യാസ് പ്ലാന്റും സ്ലറി ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് പ്രവർത്തിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചാണ്. സ്ലറിയും ജൈവവളങ്ങളും ഉപയോഗിച്ചാണ് എല്ലാത്തരം കൃഷിയും ചെയ്യുന്നത്. തെങ്ങും കവുങ്ങും പച്ചക്കറിയും പശുക്കളുമൊക്കെയായി സിദ്ദിഖ് ഇവിടെ തിരക്കിലാണ്. കഠിനാധ്വാനവും കഷ്ടപ്പെടാനുള്ള മനസ്സും തന്നെയാണ് തന്റെ വിജയത്തിനാധാരമെന്ന് അബൂബക്കർ സിദ്ദിഖ് ഉറച്ചു വിശ്വസിക്കുന്നു. അധ്വാനത്തിലൂടെ കൃഷിയും മൃഗപരിപാലനവും ലാഭകരമാക്കാം എന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള ജില്ലാതല അവാർഡ്, ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള ബ്ലോക്ക് തല അവാർഡ് എന്നിവ നേടിയ കാസർഗോഡ് എൻമകജെ പഞ്ചായത്തിലെ പദ്രെ ഗ്രാമത്തിലെ അബൂബക്കർ നൽകുന്ന അനുഭവപാഠം. തന്റെ ഫാമും കൃഷിത്തോട്ടവും കാണാനും അത് മനസ്സിലാക്കാനും വരുന്നവർക്ക് വേണ്ട സഹായവും ഉപദേശവും നൽകാനും അബൂബക്കർ സിദ്ദിഖ് സമയം കണ്ടെത്തുന്നു. ഞങ്ങൾ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ അപ്പൂപ്പനടക്കം കൃഷി ചെയ്താൽ ജീവിച്ചു കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛൻ എന്നെ പറമ്പിൽ കൊണ്ടുപോകും, തൊഴുത്തിലേക്ക് കൊണ്ടുപോകും, കറവ പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് ചാണകം ഒരു അസഹ്യമായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ കൃഷിയിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ സന്തുഷ്ടമാണ്. ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ കൊച്ചിനെയും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അത് ആ കൺസിഡറേഷൻ നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭാവി തലമുറകൾ കൃഷി ഒരു അസഹ്യമാണ്, അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഒരു നിലനിൽപ്പിനാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നമ്മളെ മക്കളെയും നമ്മൾ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റും, നമുക്ക് ഇവിടെ സമ്പാദിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും വരും തലമുറയും കൃഷിയിൽ താല്പര്യം കാണിക്കും. വിവിധ കാർഷിക വിളകളുടെ പച്ചപ്പും അതിലെ ഫലസമൃദ്ധിയുടെ ആഹ്ലാദവും, എന്തിനേറെ പൂർവ്വകാലങ്ങൾ കൈമാറിത്തന്ന പശുവിൻ ചാണകത്തിൻ്റെ ഗന്ധം പോലും ഒരു അനുഗ്രഹസിദ്ധിയായി കണ്ട് അവ പൈതൃക സ്വത്തായി അടുത്ത തലമുറയിലേക്കും കൈമാറാൻ ബദ്ധശ്രദ്ധനായി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കർഷകൻ ഇവിടെ ഉണ്ടെന്നത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട വളർത്തൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുക്കള മുറ്റത്ത് വളർത്താൻ ഗ്രാമലക്ഷ്മി കോഴികൾ. സസ്യസംരക്ഷണത്തിന് റെഡിമെയ്ഡ് കിറ്റ്. വാർത്തകൾ വിശദമായി. കാട വളർത്തൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും അധിക വരുമാനം നേടാൻ കാട വളർത്തൽ അവലംബിക്കാം. എല്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ദിവസത്തെ ശാസ്ത്രീയ പരിശീലനം ലഭ്യമാകും. തുടക്കക്കാർ 3 ആഴ്ച പ്രായമായ കാടക്കോഴികളെ പൂവനും പിടയും തിരിച്ച് വളർത്തുക. ശാസ്ത്രീയ പരിപാലനവും പോഷകപ്രദമായ തീറ്റയും നൽകിയാൽ ഒരു വർഷത്തിൽ 300 മുട്ട വരെ നല്ല മുട്ടക്കാടയിൽ നിന്നും ലഭിക്കും. മറ്റു കോഴിയിനങ്ങളെ അപേക്ഷിച്ച് മാംസ്യം കൂടിയ തീറ്റ ഉറപ്പാക്കിയില്ലെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയാനും തമ്മിൽ കൊത്തുകൂടാനുമുള്ള പ്രവണത കൂടും. ഇറച്ചിക്കായി പൂവൻ കാടകളെയോ പ്രത്യേകം ഇറച്ചിക്കാടകളെയോ വളർത്താവുന്നതാണ്. 5 ആഴ്ച പ്രായത്തിൽ വിൽപ്പനയും നടത്താം. കൂടാതെ വിപണിയും വിലയും കർഷകർ മുൻകൂട്ടി ഉറപ്പാക്കണം. കേരളത്തിലെ പാടങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന എള്ള് കൃഷി തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിലെ ആശ്രയ ഫാമേഴ്സ് ക്ലബ്ബ് 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത എള്ള് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഒരു കാലത്ത് കേരളീയരുടെ ജീവിതവും ആചാരങ്ങളുമായും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു വിളയാണ് എള്ള്. മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നതിനാൽ സാധാരണ ഇടവിളയായാണ് എള്ള് കൃഷി ചെയ്യുന്നത്. എന്നാൽ കാലപ്പഴക്കവും മറ്റ് കൃഷികളുടെ കടന്നുകയറ്റവും കൊണ്ട് എള്ള് കൃഷി അന്യമാവുകയാണ്. വയലേലകളിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എള്ള് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നല്ലിലയിലുള്ള ആശ്രയ ഫാർമേഴ്സ് ക്ലബ്ബ്. നല്ലിലയ്ക്ക് സമീപമുള്ള പഴങ്ങാലം ഏലയിൽ 1 ഏക്കർ സ്ഥലത്താണ് എള്ള് കൃഷി ചെയ്തത്. ഈ ക്ലബിലെ പകുതിയോളം അംഗങ്ങൾ സ്ത്രീകളാണ്. നബാർഡ്, SBT നല്ലില ശാഖ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ഈ എള്ള് കൃഷിയുടെ വിളവെടുപ്പ് SBT ഡെപ്യൂട്ടി ജനറൽ മാനേജർ സാലിയ മസ്കറിയ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നല്ലില ശാഖയുടെയും നബാർഡിൻ്റെയും ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 1.5 വർഷക്കാലം മുമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ആശ്രയ ഫാർമേഴ്സ് ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുവെന്ന് കഴിഞ്ഞ ഒരു വർഷകാലത്തെ ആ റിപ്പോർട്ടിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആശ്രയ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കുഞ്ഞുകുഞ്ഞ്, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രാമചന്ദ്രൻ, ഡെപ്യൂട്ടി മാനേജർ സിബി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നബാർഡിൻ്റെയും SBT നല്ലില ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആശ്രയ ഫാമേഴ്സ് ക്ലബ്ബ് ജാനുവരി 15-ന് എള്ള് കൃഷി വിത്ത് വിതയ്ക്കുകയുണ്ടായി. നമുക്ക് അന്യം നിന്ന് പോയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. എള്ള് കൃഷി വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ കർഷകരെ നമുക്ക് പരമാവധി സഹായിക്കാൻ സാധിക്കും. വിപണിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഫാർമേഴ്സ് ക്ലബ്ബിലുള്ള ആളുകൾക്ക് തന്നെ എണ്ണ ആവശ്യമുണ്ട്, അവർക്ക് വിതയ്ക്കുന്നതിനുള്ള വിത്ത് ആവശ്യമുണ്ട്. പിന്നെ ആയുർവേദ ഡോക്ടർമാർ പലരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പത്രപരസ്യം കണ്ട് പലരും എണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നെല്ലിലായിൽ തന്നെ ഒരു വിപണിയുണ്ട്. ഈ വിപണിയിലും ഇത് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ വേണ്ടത്രയുണ്ട്. ഗ്രാമലക്ഷ്മി ഇനത്തിൽപ്പെട്ട കോഴികളുടെയും കുട്ടനാടൻ താറാവുകളുടെയും വിരിയിക്കാനുള്ള മുട്ട ബാലരാമപുരം തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. വീട്ടമ്മമാർക്ക് അടുക്കള മുറ്റത്ത് വളർത്താൻ കഴിയുന്ന ഇനമാണ് ഗ്രാമലക്ഷ്മി കോഴികൾ. കുട്ടനാടൻ താറാവുകളായ ചാരയുടെയും ചെമ്പല്ലിയുടെയും വിരിയിക്കാനുള്ള മുട്ടയ്ക്ക് 15 രൂപയാണ് നിരക്ക്. കൊത്തുമുട്ട ആവശ്യമുള്ള കർഷകർ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 24 00621. മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊല്ലം കരിപ്പുഴ ടർക്കി ഫാമിൽ നിന്ന് ടർക്കി കോഴിയും മുട്ടയും ലഭിക്കും. ഇറച്ചിക്കായി പൂവൻ ടർക്കി കോഴികളെ കിലോയ്ക്ക് 125 രൂപ നിരക്കിലും ഭക്ഷണാവശ്യത്തിനുള്ള മുട്ട 5 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കൂടാതെ വിരിയിക്കാനുള്ള മുട്ട 25 രൂപയ്ക്ക്, ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് 69 രൂപ, 1 മാസം പ്രായമായതിന് 160 രൂപ, 2 മാസം പ്രായമായത് 263 രൂപ, 3 മാസം പ്രായമായവയ്ക്ക് 378 രൂപ എന്നീ നിരക്കിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474 27 99 222. ജൈവ സസ്യ സംരക്ഷണത്തിന്റെ ഉപാധികളടങ്ങിയ റെഡിമെയ്ഡ് കിറ്റ് കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്റർ പുറത്തിറക്കി. ജൈവ നിയന്ത്രണകാരികളായ സൂഡോമോണസ്, വെർട്ടിസിലിയം, ബ്യുവേറിയ, മെറ്റാറൈസിയം, ട്രൈക്കോഡർമ എന്നിവയുടെ 200 ഗ്രാം വീതമുള്ള ചെറിയ പാക്കറ്റുകൾ 15 രൂപ 20 രൂപ നിരക്കുകളിൽ ലഭ്യമാകുന്നതാണ്.
ജൈവ കീടനാശിനികളായ വെളുത്തുള്ളി വേപ്പ് മിശ്രിതം, പുകയില കഷായം എന്നിവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, വേപ്പിൻ കുരു, കായീച്ചയ്ക്കെതിരെയുള്ള ഫെറമോൺ കെണി എന്നിവ 100 രൂപ, 150 രൂപ നിരക്കിലും ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0487 2370 മറ്റൊരു നമ്പർ 8547396759. വേറൊരു നമ്പർ 9645420575. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 14,800 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 14,750 രൂപ. കൊപ്ര കൊച്ചി ക്വിൻ്റലിന് 10,600 രൂപ, കോഴിക്കോട് 10,150 രൂപ, തൃശൂർ 10,130 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് 60,000 രൂപ, ഗാർബിൾഡ് 62,000 രൂപ. ചുക്ക് മീഡിയം 32,000 രൂപ, ബെസ്റ്റ് 34,000 രൂപ. മഞ്ഞൾ സേലം 7,600 രൂപ, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,900, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 14,800 രൂപ, ഏപ്രിൽ അവധി 13,000, മെയ് അവധി 13,270, ജൂൺ അവധി 12,520, ജൂലൈ അവധി 12,330. കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 62,000 രൂപ. ചുക്ക് മീഡിയം 32,000, ചുക്ക് ബെസ്റ്റ് 34,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350 മുതൽ 400 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 600-നും 640-നും ഇടയിൽ. ജാതിപത്രി 800-നും 850-നും ഇടയിൽ. ഗ്രാമ്പു 950-നും 1,095-നും ഇടയിൽ. റബ്ബർ RSS 5 ഗ്രേഡ് 13,900, റബ്ബർ RSS 4 ഗ്രേഡ് 14,500. ഒട്ടുപാൽ 10,300 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും റെക്കോർഡ് വില. ഓയിൽ മില്ലുകാർ വെളിച്ചെണ്ണ 14,500-ൽ നിന്നും 14,800-ലേക്ക് ഉയർത്തി. കൊപ്രവില 100 രൂപ വർദ്ധിച്ച് 10,500 രൂപയായി. കുരുമുളക് വില സർവകാല റെക്കോർഡായ 62,000 രൂപയായി. അൺഗാർബിൾഡ് കുരുമുളകിന് വില 60,000 രൂപ. വിദേശത്തു നിന്നുള്ള അനുകൂല വാർത്തകളെ ഉറ്റുനോക്കുകയാണ് നമ്മുടെ റബ്ബർ കർഷകർ. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 14,500 രൂപയിലും 5ാം ഗ്രേഡ് 13,900 രൂപയിലും വിപണനം നടന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35, 26.3. കൊച്ചി 34.2, 24.8. ആലപ്പുഴ 32.8, 22.4. പുനലൂർ 35, 22. തിരുവനന്തപുരം 34, 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.